ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൂന്നാറിലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ മൂന്നാർ പോയപ്പം ആദ്യം താമസിച്ച ഒരു റിസോർട്ടിൻ്റെ പേരായിരുന്നു പ്ലാനറ്റ് മൂന്നാർ റിസോർട്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളി റിസോർട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ, എല്ലാ റൂംസും ഒരു എ ഷേപ്പ് വുഡൻ ആർക്കിടെക്ചറിലാണ് അവർ ചെയ്തിട്ടുള്ളത്. വെരി ഗ്രാൻഡ് ലുക്കിംഗ്. ആൻഡ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഏകദേശം സ്വിറ്റ്സർലൻഡിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് മക്കളെ. ഇത് ശരിക്കും നിങ്ങൾ അനുഭവിച്ചറിയണം. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഏത് സൈഡിൽ നിന്ന് എടുത്താലും നിങ്ങളുടെ ഫോട്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി ഞങ്ങൾ താമസിച്ച റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ താമസിച്ച റൂം ഒരു എ ഫ്രെയിം ലക്ഷറി സൂട്ടാണ്. ഇത് 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച റൂം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ സീലിംഗ് ഒക്കെ കാണുമ്പോൾ അറിയാം, ഇതൊരു എ ഫ്രെയിം ആർക്കിടെക്ചറിലാണ് ഇവർ പണിതിട്ടുള്ളത്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ബെഡും കൂടി ഉണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പേർക്ക് ഉള്ളൊരു ഫാമിലിക്ക് നല്ല അടിപൊളി റൂമാണ്. അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് വാർഡ്രോബ്സ് ഉണ്ട്, അതുപോലെ സീറ്റിങ്ങിനായാലും ഒരു കൗച്ച്, പിന്നെ TV, ഒരു ഡിന്നർ ടേബിൾ, ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഒരു 6 പേർക്ക് ഇരിക്കണമെങ്കിൽ ഒരു ടേബിൾ, ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അടിപൊളി ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റ്സൊക്കെ കൂടിയിട്ട് നല്ല വെളിച്ചമുള്ള റൂമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈവറ്റ് ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് ആ ഒരു വ്യൂ എനിക്ക് എത്രത്തോളം ഈ ക്യാമറയിൽ പകർത്താൻ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു രസമായിരുന്നു എന്ന് പറയുന്നത്. നമ്മളവിടെ നിൽക്കുമ്പം ആ ഗ്രീനറിയും ടീ ഗാർഡൻസും ഭയങ്കര പച്ചപ്പായിരുന്നു അവിടെ കാണാൻ. അടിപൊളിയായിരുന്നു ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ആ വ്യൂ എടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ പറയാം, നിങ്ങളെല്ലാവരും മൂന്നാർ പോകുന്നുണ്ട്, ഈ സ്ഥലം ഒന്ന് ഡെഫിനറ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല.